Okay. Depreciation. Depreciation is the decrease in of an asset due to wear and passage of time, obsolescence. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. അസറ്റിന്റെ വാല്യൂ കുറയുന്നു. ഏത് കാരണം കൊണ്ടാണ്? വിയർ ആൻഡ് ടിയർ, തേയ്മാനം, പാസേജ് ഓഫ് ടൈം, കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത്, ഒബ്സൊലസൻസ്, ഔട്ട് ഓഫ് ഫാഷൻ. ഇപ്പം നമുക്കറിയാം കമ്പ്യൂട്ടർ വന്നതോടുകൂടി ടൈപ്പ് റൈറ്ററിന് പ്രാധാന്യം ഇല്ലാതായി. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാലങ്ങൾ കഴിയുന്നത് കാരണമോ തേയ്മാനം മൂലമോ ഫിക്സഡ് അസറ്റിന് വില കുറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ആ ബിസിനസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് എക്സ്പെൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ് എവരി. ബിസിനസ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്യാഷ് ആയിട്ടല്ല ഈ എക്സ്പെൻസ് കൊടുക്കുന്നത്. പകരമോ അസറ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അസറ്റിൽ നിന്ന് കുറയാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോകും. ഇറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ദ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം റെലവൻറ്റ് അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ഡിപ്രീസിയേഷൻ. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും കുറച്ചാണ്. ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇപ്പോൾ ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ഓൺലി ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ഇവിടെ മാത്രം എടുത്താൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, അഡ്ജസ്റ്റിംഗ് എൻട്രി ഉണ്ടോ? അസറ്റിൻ്റെ വാല്യൂ കുറയുമല്ലേ? അസറ്റ് ഏത് ബാലൻസാണ്? അപ്പോൾ അത് കുറയാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഡെബിറ്റ് ബാലൻസ് അത് കുറയാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? ഒരു അക്കൗണ്ട് ഏത് ബാലൻസ് ആണോ കുറയാൻ വേണ്ടി ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ കുറയാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ കുറയാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം. കൂടാൻ വേണ്ടിയോ അത് തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കണം. ആ ഒരു അക്കൗണ്ട് ഏത് ബാലൻസ് ആണോ കൂടുവാൻ വേണ്ടി അത് തന്നെ ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ചെയ്യണം. ഡെബിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളതാ പറയുന്നത് അസറ്റ് ഡെബിറ്റ് ബാലൻസാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയാൻ വേണ്ടി ഡെബിറ്റുള്ള അസറ്റിനെ കുറയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കൊടുക്കണം. പറ്റും അസറ്റ് എന്ന് വരും, ഡെബിറ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ ആയിരിക്കും. അപ്പോൾ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു കൺസേൺഡ് അസറ്റ് എന്നിട്ടേക്കുന്നത് എന്തിനാണ്? ഫർണിച്ചർ ആവാം, ബിൽഡിംഗ് ആവാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അങ്ങനെ ഒത്തിരി വരാം, ബേസിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺസേൺഡ് അസറ്റ് എന്നിട്ടേക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അസറ്റ് എന്ന് കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കി. On 31st December 2013, date of preparation of final accounts, furniture appears ₹5,000. Depreciation 10% is required. Give journal entries, adjusting entries ഒക്കെ പറയുന്നില്ലേ? ഇപ്പോൾ കണ്ടാൽ നമുക്ക് ഡിപ്രീസിയേഷൻ 5,000 രൂപയാണ് നമ്മുടെ അസറ്റിന് 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ 5,000 10% 500 രൂപ വരും. എൻട്രി ഇട്ടേക്കുന്നുണ്ടോ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഫർണിച്ചർ. അപ്പോൾ നേരെ ആ ഡിപ്രീസിയേഷൻ 500 രൂപ നമ്മൾ ഇവിടെ കാണിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു. ബാലൻസ് ഷീറ്റ് കണ്ടോ? അസറ്റ് ഫർണിച്ചറിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചേക്കുന്നത് 4,500. ഓക്കെ ആണോ? ശരി, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇല്ലുസ്ട്രേഷൻ 5. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേറ്റ് പ്ലാൻ ആൻഡ് ടിക്ക് കൊടുക്കുന്നു 10%, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5%, ഫർണിച്ചർ 10-20%. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. റെന്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എമൗണ്ട് നമുക്കറിയാം. അതൊക്കെ 1/3 അഡ്വർടൈസ്മെന്റ് പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ, പ്രീപെയ്ഡ് ആണ്, ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ 5 അഡ്ജസ്റ്റ്മെന്റ് അതേക്കുന്നത്. ഏതാ അത്? പ്രീപെയ്ഡാ, പറഞ്ഞുതരാം. അതൊക്കെ നോക്കിയോ. ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തു പഴയ പോലെ തന്നെ 24,000 അല്ലേ? പർച്ചേസ് 75,000 അല്ലേ? പർച്ചേസ് 75,000 എടുത്തു. അതിന് റിട്ടേൺസ് ഉണ്ട്. പർച്ചേസിന് റിട്ടേൺസ് കിടക്കുന്ന 1,500 കുറച്ച് ഔട്ടറിലിട്ടു അല്ലേ? അടുത്ത നമുക്ക് വേജസാണ്. വേജസ് 6,500 അല്ലേ? ഓക്കെ, വേജസിന് 6,500 ആണ്. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? 1,500 ആഡ് ചെയ്യണ്ടേ? കണ്ട 6,500 ആഡ് ചെയ്ത് 8,000 എഴുതിയല്ലോ. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് ക്യാരേജ് ഉണ്ട് 3,000. ടെസ്റ്റ് കിടപ്പുണ്ടോ? കേട്ടോ, ക്വസ്റ്റ്യൻ അത് കിടക്കുന്നതാണ് ക്യാരേജ്. അപ്പോൾ അടുത്ത ക്യാരേജ് എഴുതി. പിന്നെ ഫാക്ടറി എക്സ്പെൻസ് ഉണ്ട്, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ഉണ്ട് അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടല്ലേ വരുന്നത്? ക്യാരേജ്, ഫാക്ടറി എക്സ്പെൻസ്, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ, ഇത്തരം കാര്യം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ കണ്ടോ? സെയിൽസ് 1,25 അല്ലേ? സെയിൽസ് 1,20,000. അതിൻ്റെ റിട്ടേൺസ് ഉണ്ടല്ലോ. എത്ര 4,000. അപ്പോൾ അത് കുറച്ച് ഔട്ടറിലിട്ടു. ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. എത്രയാണ്? 30,000. ഓക്കെ, ബാലൻസ് ചെയ്യുന്നു 28,250 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്. ബ്രോഡൻ ചെയ്തു കേട്ടോ. അത് കഴിയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ നോക്കുന്നു. സാലറി ഉണ്ടെങ്കിൽ ആദ്യം സാലറി എഴുതാം. ഇവിടെ എനിക്ക് സാലറി ഇല്ല, ഓഫീസ് എക്സ്പെൻസ് പറഞ്ഞ് തന്നിരിക്കുക സാലറി കേട്ടോ. ഓഫീസിലുള്ള ആദ്യത്തെ ഓഫീസ് എക്സ്പെൻസ് എത്ര തന്നിട്ടുണ്ട്? തന്നേക്കുന്നു 7,500 രൂപ അല്ലേ? അത് കഴിയുമ്പോൾ അഡ്വർടൈസ്മെന്റ് 3,000 ഉണ്ട്. അഡ്വർടൈസ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അഡ്വർടൈസ്മെന്റ് എടുക്കുന്നു നമ്മൾ 3,000ന്റെ 1/3. 3,000 × 1/3 1000 കുറയ്ക്കും. കണ്ടോ? 3,000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 1000 വരും. അപ്പം 1000 കുറച്ച് ഔട്ടറിൽ 2,000 എഴുതും, കുറയ്ക്കുവാണ്. പ്രീപെയ്ഡാ. ഓക്കെ, അടുത്ത് നോക്കി. അഡ്വർടൈസ്മെന്റ് എടുത്തു. അടുത്ത പർച്ചേസ് വേണ്ട, സെയിൽസ് വേണ്ട, ഡിസ്കൗണ്ട് വേണം അല്ലേ? ഡിസ്കൗണ്ട് ഡെബിറ്റിലല്ലേ? ഇപ്പോൾ ഡെബിറ്റിൽ തന്നെ എഴുതണം. ഡിസ്കൗണ്ട് 3,000. ക്രെഡിറ്റിലും ഉണ്ട് കേട്ടോ 2,000.
ഡിസ്കൗണ്ട് കയറ്റി കിടക്കുന്ന 2000 കയറ്റിൽ എഴുതാം. ഓക്കെ. അടുത്ത റിട്ടേൺസ് വേണ്ട. റെൻറ്റ് രണ്ട് സൈഡിലും തന്നതുകൊണ്ടാണ് ഡെബിറ്റിൽ തന്നതുകൊണ്ട് ഡെബിറ്റിൽ എഴുതി. ഡെബിറ്റ് സൈഡ് മാത്രം. ഡെബിറ്റ് സൈഡ് ഇത് രണ്ട് സൈഡിലും ഉണ്ടായത് ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസും ഒന്ന് ഡിസ്കൗണ്ട് റിസീവ്ഡുമാണ്. ഓക്കെ. അടുത്ത നമുക്ക് വരുന്നത് റെൻ്റാണ്. റെൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. ക്രെഡിറ്റ് സൈഡിൽ തന്നേക്കുന്നേ 1500 ഇന്നലെ എഴുതി. റെൻറ്റ് എന്താണ്? അപ്രൂവ്ഡ് നോട്ട് റിസീവ്ഡ് അല്ലേ. അപ്പോൾ എന്ത് ആഡ് ചെയ്യോ? ആഡ് ചെയ്യണം. റെൻറ്റ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്യണേ. അപ്പോൾ റെൻറ്റിൻ്റെ കൂടെ അതുകൊണ്ട് ആഡ് ചെയ്തേക്കുന്നുണ്ട്. 500 ആഡ് ചെയ്ത് 2000 ഔട്ടറിലിട്ടു. ഓക്കെ. അടുത്ത ഐറ്റം നോക്കിക്കേ. ബിൽസ് റിസീവ്ഡ് വേണ്ട, ബിൽസ് പേയ്ഡ് വേണ്ട, ഓപ്പൺ സ്റ്റോക്ക് വേണ്ട, ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് എടുത്തു, ഫാക്ടറി വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഓഫീസ് എക്സ്പെൻസ് എടുത്തു, ക്യാരേജ് എടുത്തു, സെയിൽസ് എക്സ്പെൻസ് ഉണ്ട് അല്ലേ 4250. സെയിൽസ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലാണ്. ദെൻ ഡെപ്റ്റേഴ്സ് വേണ്ട, ക്രെഡിറ്റേഴ്സ് വേണ്ട, ക്യാഷ് വേണ്ട, ക്യാപിറ്റൽ വേണ്ട. അത് കഴിയുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ എടുത്താൽ കേട്ടോ. ഡിപ്രിസിയേഷൻ കോളം ഡാഷ് കൊടുത്തിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി 10%. പറഞ്ഞുള്ള നമുക്ക് ഡിപ്രിസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീൻ എഴുതാം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീൻ എത്ര ഉണ്ടോ നോക്കണം. പ്ലാന്റ് ആൻഡ് മെഷീൻ 20,000. അതിൻ്റെ 10% എത്ര വരും? 2000 ഇന്നലെ എഴുതി. അടുത്ത ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? 5% അല്ലേ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര ഉണ്ടോ നോക്കും. 35,000. അതിൻ്റെ 5% എത്ര വരും? 1750 വരും. കണ്ടോ. അടുത്ത ഫർണിച്ചർ 20% അല്ലേ. അപ്പോൾ ഫർണിച്ചർ എത്ര ഉണ്ടോ നോക്കണം. ഫർണിച്ചർ എത്ര? 5000. 5000-ന് 20% എത്ര വരും? 1000. കണ്ടോ. ഇത്രയുടെ കൂട്ടിയാണ് 4750 ഔട്ടറിൽ ഇട്ടേക്കുന്നത്. ഒറ്റ ഐറ്റം ഉള്ളെങ്കിൽ ഇന്നറിൽ ഇങ്ങനെ കൂട്ടി ചെയ്യണ്ട. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. കണ്ടോ. ഔട്ടർ കുളത്തിൽ ഇടാം. ഡിപ്രിസിയേഷൻ ഫർണിച്ചർ, ഡിപ്രിസിയേഷൻ ബിൽഡിംഗ് എഴുതി നല്ല എഴുതാം. കൂട്ടി ഇന്നറി കൂട്ടി എഴുതണമെന്നില്ല. എഴുതാം. ഓക്കെ. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 10,750 നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2013. ഫസ്റ്റ് ആയിട്ട് നമുക്ക് പഴയ പോലെ തന്നെ എഴുതി പോരാം. പ്ലാന്റ് ആൻഡ് മെഷീനറി 20,000 അസറ്റ് അല്ലേ. ഇപ്പോൾ 20,000 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആയിട്ട് ഇടും. കണ്ടോ. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. 20,000 2000 രൂപ കുറച്ച് 11,000 എഴുതി അല്ലേ. അടുത്ത ഏതാ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലേ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് 35,000 അല്ലേ. 35,000-ന് എത്ര കുറയ്ക്കണം? 1750 ഡിപ്രിസിയേഷൻ ഉണ്ട്. അത് കുറച്ച് ഔട്ടറിലിട്ടു. ഓക്കെ. അടുത്ത ഐറ്റം ഏതാ? ഫർണിച്ചർ 5000. അതിന് ഡിപ്രിസിയേഷൻ ഉണ്ട് 1000 രൂപ അല്ലേ. ഫർണിച്ചറിൽ 5000 കുറച്ച് 4000 ഔട്ടറിലിട്ടു. ഓക്കെ. അടുത്ത് നോക്കി. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, പർച്ചേസ് വേണ്ട, സെയിൽസ് വേണ്ട, ഡിസ്കൗണ്ട് വേണ്ട, റിട്ടേൺസ് വേണ്ട, റെൻറ്റ് വേണ്ട. ബിൽസ് റിസീവൽ അസറ്റ് അല്ലേ. ബിൽസ് റിസീവൽ അസറ്റ് ആയിട്ട് എടുക്കണം. ബാലൻസ് ഷീറ്റിൽ അസസറി കിടപ്പുണ്ട്. ബിൽസ് റിസീവൽ കണ്ടോ 8000. അടുത്തായിട്ട് നോക്കി. ബിൽസ് പേയബിൾ ലൈബിലിറ്റി അല്ലേ. അപ്പോൾ ബിൽസ് പേയബിൾ ലൈബിലിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട് 5000 രൂപ. കണ്ടോ. ലൈബിലിറ്റി സൈഡിൽ നോക്കി അറിയാം 5000. അടുത്ത ഓപ്പൺ സ്റ്റോക്ക് വേണ്ട, ഡ്യൂട്ടി വേണ്ട, ഫാക്ടറി ആൻഡ് വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഓഫീസ് വേണ്ട, വേസ് വേണ്ട, ക്യാരേജ് വേണ്ട, സെയിൽസ് എക്സ്പെൻസ് വേണ്ട, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് 12,000 അസറ്റ് അല്ലേ. പിന്നെ 12,000 ലൈബിലിറ്റി. കണ്ടോ ബാലൻസ് ഷീറ്റിൽ കണ്ടോ. ഡെപ്റ്റേഴ്സ് 12,000 ഇരിപ്പുണ്ട്. സൺ ഡെപ്റ്റേഴ്സ് 12,000, സൺഡേ ക്രെഡിറ്റേഴ്സ് 12,000. ഓക്കെ. ദെൻ ക്യാഷ് അസറ്റ് അല്ലേ 2000. ഓക്കെ. ക്യാഷ് അസറ്റിൽ ഇട്ടേക്കുന്നുണ്ടോ. ക്യാഷ് ഇൻ ഹാൻഡ് 2000. അടുത്ത ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഇന്നലെ എഴുതണം. 80 ആഡ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ. 85,000-നോട് 500 രൂപ കൂട്ടി 85,500 നെറ്റ് പ്രോഫിറ്റ് 10,750 കൂട്ടി ഔട്ടറിൽ 96,750. ഡ്രോയിങ്സ് ഇല്ലല്ലോ. ഇല്ല. അത് കഴിയുമ്പോൾ തീരുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചോണം. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീൻ നമ്മൾ എടുത്തു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അഡ്ജസ്റ്റ് ചെയ്തു. ഫർണിച്ചർ അഡ്ജസ്റ്റ് ചെയ്തു. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ വേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലേ. എക്സ്പെൻസ് കൊടുക്കാനുണ്ടെന്ന് അതിൻ്റെ മീനിങ്. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കാണ്ട് അസറ്റ് അത് ലൈബിലിറ്റി ആണോ. ലൈബിലിറ്റി. അപ്പോൾ എത്ര വേണം? ഈ പറയുന്ന 1500 ലൈബിലിറ്റി ആയിട്ട് ഇടണം. അടുത്ത റെൻറ്റ് അപ്രൂവ്ഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എമൗണ്ട്സ് ₹500. റെൻ്റ് എന്ന് പറയുന്നത് ഇൻകം അല്ലേ. ഇൻകം കിട്ടാനുണ്ടെന്നാണ് മീനിങ്. അപ്പോൾ എന്താണ്? അസറ്റ് അത് ലൈബിലിറ്റി ആണോ. അസറ്റാണ്. അപ്പോൾ 500 അസറ്റിലിടണം. അഡ്വർടൈസ്മെന്റ് പെയ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അതായത് എക്സ്പെൻസ് മുന്നേ കൊടുത്തു വെക്കുന്നുള്ള അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷം കൊടുത്തേക്കുന്നുള്ളതാണ്. അസറ്റ് അത് ലൈബിലിറ്റി ആണോ. അസറ്റാണ്. കാരണം എക്സ്പെൻസ് മുന്നേ കൊടുത്താണ്. അടുത്ത ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 രൂപ അസറ്റാണ്. ഇത്ര അസറ്റ്സിലിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബാലൻസ് ഷീറ്റ് ആദ്യം 1,14,750. ഓക്കെ അല്ലേ. ക്ലിയർ ആയല്ലോ. അത് ചെയ്തു.